ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായി. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ എല്ലാവരും ചെയ്തു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്രിസ്മസ് റീത്ത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്നത് പോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു പഴയ ഹാങ്ങറാണ് എടുത്തിരിക്കുന്നത്. ഈ ഹാങ്ങർ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ളൊരു ഹാങ്ങറാണ്, നമ്മുടെ കമ്പിയൊക്കെ വെച്ചിട്ടുള്ള. ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഇങ്ങനത്തെ ഹാങ്ങേഴ്സ് ആയിരിക്കും കൂടുതൽ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ നല്ലത്. അപ്പോൾ ആ ഹാങ്ങർ നമ്മൾ ഓൾമോസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഇതേപോലത്തെ ഗിൽറ്റ് പേപ്പേഴ്സ് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. ആക്ച്വലി ഈ ഗിൽറ്റ് പേപ്പേഴ്സ് ഞാൻ നേരത്തെ എൻ്റെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നതാണ്. നമ്മൾക്ക് പുതിയത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ ഈ ഹാങ്ങറിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒട്ടിച്ചതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ചുകൂടി ഈ ഗ്ലിറ്റർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഒരു തിക്നെസ് തോന്നാൻ വേണ്ടിയാണ് നമ്മൾ 2 ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ലെയർ ഗ്ലിറ്റർ പേപ്പർ ഈ ഹാങ്ങറിലേക്ക് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ബോൾസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നത്, ആ ബോൾസ് ഈ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഗ്ലിറ്റർ പേപ്പറിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുവാണ്. കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു റെഡും ഗോൾഡൻ ഷെയ്ഡിലും ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ നമ്പർ ഓഫ് ബോൾസ് ഒട്ടിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ബോൾസ് ഒട്ടിച്ചു കൊടുക്കാം. അധികം കൺജസ്റ്റഡ് ആയിട്ട് ഒട്ടിക്കാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി കൊടുക്കുക. അങ്ങനെ നമ്മളിവിടെ ബോൾസ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു ബോ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ബാക്കിയുള്ള റിബണിൻ്റെ ഒരറ്റം ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് അതിലേക്ക് വീണ്ടും റിബൺ മടക്കി കൊണ്ടുവരിക. അതിന് ശേഷം ഈ റിബൺ ഒന്ന് നടുക്ക് വെച്ച് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സെയിം സൈസിൽ മടക്കുക. ഈ ട്വിസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിബണിൻ്റെ നല്ല ഭാഗം പുറത്തോട്ടായിട്ട് കാണാൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഇതിൻ്റെ പെറ്റൽസ് വേണം അതേ രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാനിവിടെ 2 സൈഡിലും 4 എണ്ണം വീതമാണ് മടക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റിബൺ ഇതിൻ്റെ പുറകിലോട്ട് ഇതേപോലെ വെച്ചിട്ട് ഒരു നൂല് വെച്ചോ, ഞാനിവിടെ ഒരു മെറ്റൽ വയർ വെച്ചാണ് നടുക്ക് കെട്ടി കൊടുക്കുന്നത്. ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഈ 2 ഭാഗം ഒന്ന് ഫ്ലഫ് ചെയ്ത് വിടുക. അതിനുശേഷം ഇതിൻ്റെ ടെയിൽ ഭാഗത്തുള്ള റിബൺ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു കട്ടിങ്ങിനെ നമ്മൾ പറയുന്നത് ഡൗട്ടെയിൽ കട്ടിംഗ് എന്നാണ്. ഇനി ഈ ബോ നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഹാങ്ങറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു മെറ്റൽ വയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ക്രിസ്മസ് ട്രീയിലേക്ക് തന്നെ ഹാങ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഒരു ബെല്ലും ഗ്രീൻ കളർ ബോളും ഇതിലേക്ക് ഹാങ് ചെയ്യുന്നുണ്ട്, ഈ ബോവിൻ്റെ നടുക്കായിട്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം കേക്ക് വാങ്ങിയപ്പോൾ ക്രിസ്മസിന് അതിൽ ഉണ്ടായിരുന്ന ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു റൈറ്റിംഗ് ഉണ്ടായിരുന്നു. അതും ഈ ബോവിൻ്റെ നടുക്കോട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് റീത്ത് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് റീത്താണ്. ക്രിസ്മസ് ട്രീസൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങും. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമുക്കൊരു ക്രിസ്മസ് ട്രീത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു ക്രിസ്മസ് ട്രീത്തൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരുന്നതാണ്. അൺടിൽ ദെൻ, ബൈ ഫ്രം JhillMill. താങ്ക് യു.